ക്രിസ്തു യേശുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് സ്നേഹവന്ദനം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം ഒരു ചോദ്യമാണ്. ഈ ചോദ്യം പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. പീലാത്തോസ് യേശുവിനോട് സത്യമെന്നാൽ എന്ത് എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ നിത്യമായ ജീവിതത്തിൽ സാധാരണ പറയുന്ന വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് പീലാത്തോസിനെ പോലെ നാമും ഗഹനമായി ചിന്തിക്കാറില്ല. അപ്പോൾ സത്യം എന്താണ് എന്ന ചോദ്യം പീലാത്തോസ് ചോദിച്ചതിൻ്റെ ആ അടിസ്ഥാനത്തിൽ സത്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. ചില പദങ്ങൾ കലഹങ്ങൾ ഉണ്ടാക്കുന്നു, മാത്രമല്ല വലിയ ശത്രുതയും സൃഷ്ടിക്കുന്നു. കാരണം ഉത്തരവാദപ്പെട്ട രീതിയിലല്ല നാം വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന വഴക്കുകൾക്കും വിഭാഗീയതയ്ക്കും കാരണമായി തീരുന്നത് വാക്കുകൾ ഉത്തരവാദപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാത്തതാണെന്ന് വളരെ വൈകിയാണെങ്കിലും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സങ്കീർണമെന്ന് തോന്നാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ലളിതമായി ഇന്ന് ചിന്തിക്കുകയാണ്. സത്യത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പലരും ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥം തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. യഥാർത്ഥവും വാസ്തവവും സത്യവും ഒന്ന് തന്നെയാണെന്ന് മലയാള പദങ്ങൾ, വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും വഴക്കിടുമ്പോൾ ധർമ്മത്തെക്കുറിച്ച് നാം പറയാറുണ്ട്. ഈ ലോകത്തെ ധരിച്ചിരിക്കുന്ന നീതി വ്യവസ്ഥയാണ് ധർമ്മമെന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ സത്യം തന്നെയാണ് ധർമ്മം. അതിനെയാണ് ജ്ഞാനം എന്ന് വിളിക്കുക. അപ്പോൾ അറിവിനെയാണ് ജ്ഞാനമെന്ന് വിളിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സത്യസന്ധമായി അറിയുക, അതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നേര് അറിയുന്നവൻ ജ്ഞാനി, അതും സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ജ്ഞാനികൾ സത്യസന്ധരായിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തെക്കുറിച്ച് ബോധമുള്ളവർ ജ്ഞാനികളാകുന്നു. സത്യവും ധർമ്മവും ജ്ഞാനവും ഒന്നാണെങ്കിൽ അതുതന്നെയാണ് ദൈവമെന്ന പദത്തിൻ്റെ അർത്ഥം. സത്യത്തെക്കുറിച്ച് ബോധമുള്ളവർ ജ്ഞാനികളാകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ആ നിലയിൽ ജ്ഞാനികളാണോ എന്ന് ഒരാത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. സത്യവും ധർമ്മവും ജ്ഞാനവും ഒന്നാണെങ്കിൽ അതുതന്നെയാണ് ദൈവം എന്ന പദത്തിന് അർത്ഥം. അപ്പോൾ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അകവും പുറവും തമ്മിൽ ഒരു വിളക്കി ചേർക്കൽ ആവശ്യമാണ്. ഇതിൻ്റെ പേരാണ് ഭക്തി എന്നത്. നമ്മുടെ അകവും പുറവും തമ്മിൽ ആ വിളക്കി ചേർക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഭക്തിയും സത്യവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകും. അപ്പോൾ സത്യത്തിലേക്കുള്ള നടപ്പാതയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സത്യം ജയിക്കട്ടെ എന്ന് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നത്. അപ്പോൾ സത്യം ജയിക്കണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ സത്യസന്ധരായി ജീവിക്കാൻ കൂടി തയ്യാറാകണം. സത്യത്തെ ജീവിതത്തിനോട് ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിലൊന്നായി ആ സത്യമെന്ന് പറയുന്ന രണ്ട് വാക്കിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പോഴാണ്
യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ കാവൽഭടന്മാരായി നാം മാറുന്നത്, ധർമ്മത്തിൻ്റെ കാവൽഭടന്മാരായി നാം മാറുന്നത്, എല്ലാത്തിലും ഉപരി ജ്ഞാനമുള്ളവരായി പരിണമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം, പീലാത്തോസ് യേശുവിനോട് സത്യമെന്നാൽ എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ സത്യത്തിലേക്കുള്ള ഒരു നടപ്പാതയാണ് പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസിയും ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും സത്യത്തെ നിലനിർത്തി ജീവിക്കാൻ തയ്യാറാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.